സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ ഗൾഫിൻ്റെ മെഡൽ തിളക്കം. സബ് ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടത്തിലാണ് അബുദാബി മോഡൽ സ്കൂളിലെ സൊനിക് ജോഷുവ മെഡൽ നേട്ടത്തിന് തുടക്കമിട്ടത്. Sonic, how are you feeling right now? I feel really good. I'm really proud of this moment. Thanks to my coaches and parents. This is the first time you are participating in state meet, right? Yeah, this is my first time in Kerala actually, and it's my first ever event out of country. And you are participating in 200 meter too. Yeah, I'm participating 200 meters too. And how was your coaching? What about your coach and what about your practice? Coach is really good. He's trained a lot of people, and yeah. പരിശീലകൻ പേരെന്തായിരുന്നു ചേട്ടാ? എൻ്റെ പേര് ചന്ദ്രൻ ചേട്ടനാണ് സ്വാനിക്കിൻ്റെ പരിശീലനം. അപ്പോൾ എങ്ങനെയായിരുന്നു പരിശീലനം? ഞങ്ങൾ ഇപ്പോൾ 2 വർഷമായിട്ട് റെഗുലറായിട്ട് പുള്ളിക്കാരൻ വരുന്നുണ്ട്. പിന്നെ വീക്കിലി 4 days സ്കൂളിൽ ഞാൻ ഇതേപോലെ ഒരു ഫുട്ബോൾ കോർട്ടാണ് അവിടെ ട്രെയിൻ കൊടുത്തിട്ട് വീക്കെൻഡിൽ 2 days ഔട്ട്സൈഡ് സിന്തറ്റിക് ട്രാക്കിൽ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഫുൾ റെസ്റ്റ്. 111.67 ആണ് അതിൻ്റെ ബെസ്റ്റ്. പിന്നെ ഞാൻ വന്നതുകൊണ്ട് കാലാവസ്ഥേൻ്റെ ഒക്കെ ഒരു ചെറിയ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. ചെന്നൈയിൽ വന്നു പോവാറുണ്ട്, പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. സ്വാനിക്കിൻ്റെ പിതാവ് കൂടി ചേരുന്നുണ്ട്, മനോജ് അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു സ്പോർട്സിലേക്കൊക്കെ മകനെ വിടാനുള്ളൊരു താല്പര്യപ്പോഴാണ് തുടങ്ങിയത്? I saw him when he was doing his karate class at the age of 4. From that time, wherever he goes, he takes the first place. In karate, first place. And then he joined for cricket, and now he's playing for ECB under 16 and also under 13 for Abu Dhabi team. And plus the athletes for school. ഇതേപോലെ സ്പോർട്സിൻ്റെ പോലെ തന്നെ കായിക മറ്റേ ഇതില്ലേ യൂത്ത് ഫെസ്റ്റിവലിനും ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് അവിടെ, സ്പീച്ച് ചെയ്യാൻ കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. കലോത്സവത്തിന്റെ ഡേറ്റ് ഇപ്പം നിശ്ചയിച്ച് കഴിഞ്ഞുകൂടെ? ജനുവരി വരാൻ നിങ്ങൾക്ക് സൗകര്യമാവോ? ഇനി ഡിസ്കസ് ചെയ്യണം. എന്തായാലും ഞങ്ങളും ഒന്ന് പരിഗണിക്കപ്പെട്ടുകൊണ്ട് ആലോചന നടത്തി നിങ്ങളെ അറിയിക്കാം. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം. നിങ്ങൾ കൊണ്ടതിനെ അറിയിക്കാം. നമ്മുടെ ബിക്കോസ് ഗൾഫിൽ നിന്ന് വരുന്നത് ഒരു നമ്മുടെ സ്പോർട്സിന് വേണ്ടി ആ ഒരു കോമ്പറ്റീഷൻ വേണ്ടി വരുന്നത് വളരെ ഒരു ഗ്രേറ്റ് തിങ് ആണ്. അത് വെൽക്കം ചെയ്യേണ്ടതാണ്. സോ അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ ഫെസിലിറ്റീസ് എല്ലാം നോക്കിയിട്ട് എല്ലാ കുട്ടികളെയും നമ്മൾ വരുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഫെസിലിറ്റീസ്, നല്ല സ്റ്റേ, ഫുഡ് വളരെ നല്ല ഫുഡ് തന്നെ എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 35 കുട്ടികളാണ് പെൺകുട്ടികൾ ആദ്യമായി പങ്കെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ കുട്ടികൾ അടുത്ത വർഷം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം എന്തായാലും കൊണ്ടുവരും. മാത്രമല്ല ടീച്ചറാണ് മന്ത്രിയുടെ ഒരു കാര്യം ചോദിച്ചത്, അതായത് കലോത്സവത്തിന് കൂടി പങ്കെടുക്കണം. അപ്പോൾ അത്രമൊരു ആഗ്രഹങ്ങൾ കുട്ടികൾ അവിടെ പ്രകടിപ്പിക്കാറുണ്ടോ? പ്രത്യേകിച്ച് ഉണ്ട്, കാരണം പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഒരു ചാൻസ്. നമ്മൾ പണ്ട് അറ്റൻഡ് ചെയ്ത യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മെമ്മറീസ് ഇപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ട്. ഞാനൊക്കെ ഇവിടെ ജനിച്ചതല്ലേ, അപ്പോൾ അത് ആ കുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. എത്ര പേരാണ്? എല്ലാവരും ഒരേ സ്കൂളിൽ നിന്നുള്ളവരാണോ? അല്ലല്ല, 6 സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ്. ഫുട്ബോൾ ടീമിലും 6 സ്കൂളിലെ കുട്ടികളുണ്ട്. ഉണ്ട്, എല്ലാവരും ഉണ്ട്. എങ്ങനെ പേരൊക്കെ എങ്ങനെയാ? എൻ്റെ പേര് റൈഹാൻ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ഗൾഫ് മോഡൽ സ്കൂളിൽ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മേളയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? ആഗ്രഹിച്ചിരുന്നു. കുറേ കഴിഞ്ഞ വർഷം ബോയ്സ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ കുറേ ആഗ്രഹിച്ചിരുന്നു ഗേൾസിനും പോകാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം കിട്ടുമ്പോൾ വളരെ ഷെയ്ക്ക തമന്ന. ഷോർട്ട് പുട്ട് മാത്രമേ ഞാൻ ഷോർട്ട് പുട്ട് under 19 കാറ്റഗറി. എല്ലാവരും ഒരേ സ്കൂളിൽ നിന്നുള്ളവർ തന്നെയാണോ? നമ്മൾ 4 ആള് ഒരേ സ്കൂളാണ്. 5 നെജ ഫാത്തിമ. ട്രാക്ക് ഇവന്റിൽ ഐഷ ഷോർട്ട് പുട്ട് under 7.